കണ്ണൂർ പാപ്പനശ്ശേരിയിൽ 4 മാസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തി. തമിഴ്നാട് സ്വദേശികളുടെ കുഞ്ഞിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വള്ളപട്ടണം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുകയാണ്. അതിനു മുൻപ് നമുക്ക് സമീപവാസികളുടെ ചില പ്രതികരണങ്ങൾ നോക്കാം. हम लोग रूम पे खाना बनाया गया था, इसलिए वो आदमी हम लोग को पूछा जो हमारा लड़के खो गया. ठीक है, हम लोग आके पूरा ढूंढा, नहीं मिला. फिर देखा कुआं का अंदर है, इसलिए हम लोग दोनों आदमी गया कुआं का अंदर गया. हम लोग सोचा जिंदा है, इसलिए उठाया. इसके बाद देखा हम मर गया था, इसीलिए उठाया. फिर एक आदमी को दिया, फिर पुलिस आ गया. पूरा ढूंढा, नहीं मिला. ഇവര് നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങിയതാണ്. അപ്പോൾ ഈ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ ഇവര് പറഞ്ഞ് കുട്ടീനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു കുട്ടി ബാത്റൂമിൽ പോയിട്ട് വരുമ്പോൾ കുട്ടീനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഒച്ചയാക്കിയത്. അപ്പോൾ എനിക്ക് മൊത്തം പരിധി അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ മേലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം പരിധി ലാസ്റ്റ് കിണറിൽ കുട്ടീനെ കണ്ട് അവർ ഇറങ്ങിയെടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പോലീസുകാർ വന്ന് പിന്നെ ഇവരെല്ലാം ചോദ്യം ചെയ്തിട്ട് അവരെ കൂട്ടിയിട്ട് പോവുക ഇത്. ആ ചെറിയ കുട്ടി പറയുന്നത് വെച്ചാൽ ഞങ്ങളിവിടെ പുറത്തു പോകുമ്പോൾ കുട്ടി ഉണ്ടായിന് വരുമ്പോൾ ആ കുട്ടീനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ശബ്ദമാക്കിയെന്ന് പറഞ്ഞു. പരിചയമുള്ളവരാണ് അല്ല, ഇവിടെ എപ്പോൾ തന്നു വേറെ നേരിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല, സ്ഥിരമായിട്ട് കാണാം അവരെപ്പം. ഇതിൽ മൊത്തം ഇവർ മാത്രമേ തമിഴ്കാർ, ബാക്കിയെല്ലാം ബംഗാളികളാണ്. അതും ആ കോട്ടേഴ്സ് എല്ലാം ബംഗാളിയാണ്. അച്ഛൻ എന്ന് പറയുന്നവരെ ഒരുത്തന്നെ ഇവിടെ ഉണ്ടായിന്, അമ്മ എന്ന് പറയുന്നതും. പക്ഷെ ഇപ്പൊ അവർ പറയുന്നത് അവരെ മറ്റത്തെ കുട്ടികൾ അവരതല്ല, അവരെ ജ്യേഷ്ഠൻ്റെ ആണെന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. അതിന് ശരിക്കുള്ള ഡീറ്റെയിൽസ് അറിയില്ല. ഈ റൂമിലുള്ളവരെ മാത്രമേ പോലീസ് കൊണ്ടുപോയിട്ടുള്ളൂ. അച്ഛനും അമ്മേനും മറ്റേ കുട്ടീനെയും. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഫെലിക്സ്, ഇത് സംബന്ധിച്ച് എന്താണ് പോലീസിന്റെ വിശദീകരണം? അഭിലാഷ്, പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയുടെ അമ്മയും അച്ഛനെയും മറ്റൊരു കുട്ടിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ ഈ പാപ്പനശ്ശേരി പാറയ്ക്കൽ എന്ന സ്ഥലത്തെ ഈ ക്വാർട്ടേഴ്സിനോട് ചേർന്ന് ഒരു കിണറുണ്ട്. ആൾമറയുള്ള കിണറാണ്. ഈ ആൾമറയുള്ള കിണറിന് ഉള്ളിലാണ് ഈ 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഈ കിണറിനുള്ളിൽ എങ്ങനെ ഈ കുഞ്ഞിന്റെ മൃതദേഹം വന്നു എന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് സംബന്ധിച്ച് അന്വേഷണം ഏതായാലും പോലീസ് നടത്തുന്നുണ്ട്. തൊട്ട് മുമ്പിലാണ്, അതായത് കിണറിനോട് തൊട്ട് മുമ്പിലാണ് ഇവർ താമസിച്ചിരുന്ന മുറി, ക്വാർട്ടേഴ്സിനുള്ളിൽ മുറി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മുറിയിൽ ആ സമയത്ത് കുഞ്ഞിൻ്റെ അമ്മയുണ്ടായിരുന്നു. ഒപ്പം ഈ പറയുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെയും അനിയൻ്റെയും മക്കളുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞ് അവിടെ നിന്നും ബാത്റൂമിലേക്ക് പോയ സമയത്ത് ഡോറ് തുറന്നിരുന്നു. ആ സമയത്താണ് മറ്റേ ഈ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കാണാതായത് എന്നതാണ് ആ കുഞ്ഞിൻ്റെ മൊഴി. അങ്ങനെ ഇവിടെ പരിശോധനയൊക്കെ നടത്തി, പ്രദേശത്തൊക്കെ തന്നെ പരിശോധന നടത്തി കണ്ടെത്തിയില്ല. തുടർന്നാണ് കിണറ്റിൽ ഏറ്റവും ഒടുവിൽ പരിശോധന നടത്തിയപ്പോൾ കിണറ്റിൽ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്യുന്നത്. മറ്റ് സംശയങ്ങളൊന്നും പങ്കുവയ്ക്കുന്നില്ല. പക്ഷേ പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ കുഞ്ഞിൻ്റെ അച്ഛനെയും അമ്മയും ഒപ്പം തന്നെ മറ്റൊരു കുഞ്ഞിനെയുമാണ് ഇപ്പോൾ അവരുടെ മൊഴിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. പക്ഷെ എന്താണ് എന്നതിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. പോലീസ് അത് സംബന്ധിച്ച് വിശദമായി ദുരൂഹത നീക്കാൻ തക്ക വിശദമായ അന്വേഷണം പോലീസിന്റെ ഒരുമിച്ച് താമസിക്കുന്ന ഇടമാണോ? ഇവർ മാത്രമാണ് തമിഴ് കുടുംബാംഗങ്ങൾ, മറ്റുള്ളവരൊക്കെ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നവരാണ് എന്ന് പറയുന്നു. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ആര് എന്ന് പോലും അറിയാത്ത സാഹചര്യമുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതായത് ബംഗാൾ സ്വദേശികളാണ് ഭൂരിഭാഗം ഇവിടെ താമസിക്കുന്നത്. അതിൽ ഈ തമിഴ്നാട് സ്വദേശിയായ ഈ കുഞ്ഞിൻ്റെ തമിഴ്നാട് സ്വദേശികളാണ് ഇവർ. കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും തമിഴ്നാട് സ്വദേശികളാണ്. അപ്പോൾ ഒപ്പം തന്നെ അവർക്കൊപ്പം ഈ കുഞ്ഞിനൊപ്പം ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ അനിയൻ്റെ മക്കളുണ്ട്, അവരും ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ആളുകൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് ഈ ഒരു കുടുംബം മാത്രമാണ് തമിഴ്നാട് സ്വദേശികൾ, ബാക്കിയൊക്കെ തന്നെ ബംഗാളിൽ നിന്നുമൊക്കെ എത്തിയ ആളുകളാണ്. അവരെ അധികം ചോദ്യം ചെയ്യുന്നില്ല പോലീസ്. ഒരു അന്വേഷണം, അവരുടെ ഫോക്കസിലേക്ക് പോകുന്നത് ആ കുടുംബത്തിലെ ആളുകളെ കേന്ദ്രീകരിച്ചാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എപ്പോഴാണ് കുട്ടി മിസ്സിംഗ് ആണ് എന്ന് ഇവർക്ക് മനസ്സിലായത്? പിന്നീട് അന്വേഷണം എങ്ങനെയാണ്, കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം എങ്ങനെയായിരുന്നു? രാത്രി 10 മണിയോടുകൂടിയാണ് കുട്ടിയെ കാണുന്നില്ല എന്ന പരാതി ഈ പറയുന്ന കുഞ്ഞിന്റെ അമ്മ ഉന്നയിക്കുന്നത്. ഇവിടെ കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ടായ സമയത്ത് ഈ ക്വാർട്ടേഴ്സിന് മുകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ആ ഇതര സംസ്ഥാന തൊഴിലാളികൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയും ഇവിടെ തെരച്ചിലൊക്കെ നടത്തുകയും ചെയ്തു. അങ്ങനെ തെരച്ചിൽ നടത്തിയിട്ട് കുട്ടിയെ കണ്ടെത്തിയില്ല. തുടർന്ന് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ, ബംഗാളികളായ ആളുകളാണ്, അവർ ഈ കിണറ്റിൽ പരിശോധന നടത്തിയപ്പോൾ കുഞ്ഞിനെ കണ്ടു. അവർ തന്നെ ഇറങ്ങി അവിടെ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയാണ് ഉണ്ടായത്. പിന്നീടാണ് പോലീസിൽ പരാതിയൊക്കെ നൽകിയിട്ടുള്ളത്. അപ്പോൾ പോലീസ് ഏതായാലും ഇപ്പോൾ വിശദമായി
അന്വേഷണം ഇത് സംബന്ധിച്ച് നടത്തുന്നുണ്ട്. വളപട്ടണം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ കുടുംബത്തെ മുൻനിർത്തി തന്നെയാണ്. അവരെയാണ് വിശദമായി ചോദ്യം ചെയ്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ തന്നെ നടത്തുന്നുണ്ട്. ഇവർ ആക്രി ശേഖരിച്ച് വിറ്റ് ജീവിക്കുന്ന കുടുംബമാണ്. അപ്പം എന്താണ് സംഭവിച്ചതെന്നതിൽ വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ വളപട്ടണം പോലീസ്. തീർച്ചയായും വിശദമായ അന്വേഷണം ആവശ്യമുണ്ട്. വളപട്ടണം പോലീസാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫെലിക്സ് വിവരങ്ങൾ നൽകുകയായിരുന്നു.